വില്ലാളി വീരനായ ശ്രീരാമനെയും കാളികമർത്തകനായ ശ്രീകൃഷ്ണനെയൊക്കെയാണ് കാണിക്കുന്നത്. ഏതായാലും ഇവരാരോ ആകാൻ സാധ്യതയില്ല. പിന്നെ ആരായിരിക്കും കുഞ്ഞോളെ ഈ ഭഗവാൻ? ചിന്നുവിന്റെ രക്ഷയ്ക്കെത്തിയ ഭഗവാൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. അന്ന് ഹോസ്പിറ്റലിൽ വന്ന് ശിവദാസിനെ രക്ഷപ്പെടുത്തിയതും ഭഗവാൻ. ഇന്ന് ചിന്നുവിന്റെ അഡ്മിഷൻ റെഡിയാക്കി കൊടുത്തതും ഭഗവാൻ. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. അതെ, വ്യക്തമാ. എന്ത് വ്യക്തമാണ്? അത് ഭഗവാൻ ആപത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുന്നവനാണെന്ന്. കല്ലിലും തൂണിലും തുരുമ്പിലും ഭഗവാൻ ഉണ്ടെന്ന്. മണ്ണം കട്ട. അതിലുണ്ട് ഭഗവാൻ. കഷ്ടം. ഈ പറഞ്ഞ കഷ്ടത്തിലുണ്ട് ഭഗവാൻ. എല്ലാവരെയും കഷ്ടത്തിൽ സഹായിക്കുന്ന കരുണാമയനാണ് ഭഗവാൻ. എന്റെ ഭദ്രട്ട, ഈ ഭഗവാൻ കല്യാണിയെയും ശിവദാസനെയും സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരോ ഒരാളാണ്. അതായത് അവരെ നന്നായിട്ടറിയുന്ന ആരോ ഒരാൾ. അത് ശരിയാണ് കുഞ്ഞോളെ, അതിന് സാധ്യതയുണ്ട്. ഭദ്രേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തൂണിലും തുരുമ്പിലും ഉണ്ടവൻ. അത് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഭദ്രേട്ട, ആ ഭഗവാൻ ചിലപ്പോ ഈ വീട്ടിലുള്ള ഒരാള് തന്നെ ആയിക്കൂടെ? അതും ശരിയാ. ഈ വീട്ടിലെ ആളാവാം. ഓ, എന്തായാലും കുഞ്ഞോളുടെ ബുദ്ധി സമ്മതിക്കണം. ആരായാലും ആ ഭഗവാനെ കുഞ്ഞോളുടെ ഭദ്രേട്ടൻ കണ്ടെത്തിയിരിക്കും. ഭദ്രേട്ട, ഇനി എന്ത് ചെയ്തിട്ടാണെങ്കിലും ചിന്നു LLB പഠനം പൂർത്തിയാക്കാൻ പാടില്ല. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പതിയെ പതിയെ നീക്കുന്നുണ്ട്. സംഗതിയൊക്കെ ശരിയാ. അർജുൻ സാറിന് കുറച്ച് ബിസിനസ് ഒക്കെ ചെയ്യാൻ അറിയാം. പക്ഷേ അമ്മ പറയുന്നതിനൊപ്പം തുള്ളുന്ന വെറൊരു മരപ്പാവയാണ് അർജുൻ ഇപ്പോഴും. രമാദേവിക്കെതിരെ അർജുനെ കൊണ്ട് ഞാൻ വാളെടുപ്പിക്കും. തള്ളയെ കൊന്നിട്ട് നൈസായിട്ട് അവനെ ഞാൻ ജയിലിലേക്ക് അയക്കും. പിന്നെ ഈ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഒക്കെ അധിപതി ഈ ഐശ്വര്യലക്ഷ്മി ആയിരിക്കും. വാളെടുത്തവൻ വാളാലി എന്നൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ ആവോ? നീ നിന്റെ പാരമ്പര്യ ഗുണം കാണിച്ചു. അല്ലെങ്കിലും വീട്ടുപണിക്കാർക്ക് ഒളിഞ്ഞു മറഞ്ഞും കേൾക്കുന്ന പതിവ് അല്ലെങ്കിലും കൂടുതലാ. അതെ, അവരുടെ ജന്മഗുണം. കൾച്ചറില്ലാത്ത ജന്മങ്ങള്. ചതിച്ചും വഞ്ചിച്ചും ഒരുപാട് കാലം ജീവിക്കാൻ കഴിയുമെന്ന് കരുതുന്നതേ ബുദ്ധിമോശമാ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാവോന്ന്. നീ ഉപദേശം തരാൻ വന്നതാണെങ്കിൽ അത് ജയിലിൽ കിടക്കുന്ന നിന്റെ തന്തയ്ക്ക് കൊണ്ടുപോയി കൊടുത്താ മതി. എനിക്ക് വേണ്ട. ഞാൻ ഉപദേശിക്കാൻ വന്നതൊന്നുമല്ല. എന്റെ കൂടെപ്പറപ്പിന് അത്ര ഇഷ്ടപ്പെടാത്തൊരു വാർത്ത അറിയിച്ചിട്ട് പോവാന്ന് കരുതി. എനിക്ക് LLBക്ക് അഡ്മിഷൻ കിട്ടി. നിയമം പഠിച്ചു തുടങ്ങാൻ പോവാ ഞാൻ. നിന്നെ പോലുള്ള ക്രിമിനലുകളെയൊക്കെ അവസരം കിട്ടിയ ജയിലിൽ അടക്കി ഞാൻ. എനിക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കാൻ എന്റെ കൂടെപ്പറപ്പായ നീ എന്തൊക്കെ വേല കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാം ഒരു കണക്ക് പുസ്തകത്തിൽ എഴുതി സൂക്ഷിച്ച് വെക്കുന്നുണ്ട് ഞാൻ, പലിശ സഹിതം തിരിച്ചു തരാൻ. നരി, ഇനി കളയാൻ സമയമില്ല. ഓരോന്നോരോന്നായി തീർത്തു വരണം. അതെ, ശത്രുവിനോട് ദയ കാട്ടുന്നതേ ബുദ്ധിമോശം. അവർ കൂടുതൽ ശക്തി ആർജിച്ച് തിരിച്ചടിക്കും. ആദ്യം ശിവദാസൻ, പിന്നെ ശിവദാസന്റെ കുടുംബം, അതിനുശേഷം ഭഗവാനും വൈദേഹി തമ്പുരാട്ടിയും. അല്ല, വേട്ടയാടേണ്ടത് അങ്ങനല്ല. ഏറ്റവും വലിയ ശത്രുവിൽ നിന്നും തുടങ്ങണം. വലിയ ശത്രുവിന്റെ പതനം ചെറിയ ശത്രുക്കളെ പേടിപ്പെടുത്തും. ഒന്നുകിൽ അവർ സ്വയം ഒടുങ്ങും, അല്ലെങ്കിൽ
കാൽ കീഴിൽ വന്ന് ആശ്രയം ചോദിക്കും. അപ്പോ ആദ്യം വൈദേഹി തമ്പുരാട്ടിയെ തന്നെ തീർത്തോളൂ. വന്നല്ലോ ആകാശേ. കിട്ടിയോ? അതിലേട്ടാ, കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഓ, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. പിടിക്കേ, പറഞ്ഞ പൈസ മുഴുവൻ ഉണ്ടോ നോക്ക്. എണ്ണുതല്ലേ? എണ്ണി പിടിച്ചോണ്ട് നിൽക്കാനൊന്നും സമയമില്ല. ഭദ്രേട്ടൻ പോവാൻ നോക്ക്. ഇനി വഴിയിൽ വെച്ച് ഭദ്രേട്ടനെ ആരെങ്കിലും പിടിച്ചാ എന്നെ എന്തിനാ പിടിക്കുന്നേ? അല്ല, അഥവാ പിടിച്ച എന്റെ പേരൊന്നും പറയാൻ നിൽക്കല്ലേ. എല്ലാം അങ്ങ് സ്വയം ഏറ്റോണം. ഓ, ആ എങ്കിൽ നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല, ഇങ്ങനെ ഒരു ഡീല് നടന്നിട്ടുമില്ല. കാണാം. ഓ, കാണണ്ട. ഇതാണ് ഇലവദേശം കൊട്ടാരത്തിലെ വൈദേഹി തമ്പുരാട്ടി. ഇവരുടെ നിഴൽ പോലും അറിയാതെ വേണം ഇവരുടെ പിന്നാലെ പോവാൻ. എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു അറിയാനല്ല, കുറുക്കു വെച്ച് പിടിക്കാൻ. ശത്രു പിന്തുടരുന്നു കണ്ടാൽ നിമിഷ നേരം കൊണ്ട് ശത്രുവിനെ തീർത്ത് കെട്ടാനുള്ള തന്ത്രം അറിയുന്ന വീറും വീര്യമുള്ള രാജരക്തമാണ് മുന്നിലെന്ന ബോധം എപ്പോഴും ഉണ്ടാവണം. അവസരമൊത്താലും കൊല്ലണ്ട. കാരണം മണിമാല എവിടെയെന്ന് തമ്പുരാട്ടിക്ക് അറിയാൻ കഴിയും. ആ വരവിന് ഒരു ഉദ്ദേശം ഉണ്ടാവൂ. ഒന്നുകിൽ മണിമാല ഒളിപ്പിക്കുക, അല്ലെങ്കിൽ മണിമാല കണ്ടെത്തുക.